ആകാശസീമകൾക്കപ്പുറം മനുഷ്യൻ നടത്തിയ ഐതിഹാസികമായ മറ്റൊരു യാത്രയ്ക്ക് ശുഭപരി അവസാനം. ചന്ദ്രനെ തൊട്ടരികെ കണ്ട് ചരിത്രം കുറിച്ച ആർടെമിസ് 2 ദൗത്യസംഘം ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മടങ്ങിയെത്തി. പുലർച്ചെ 5:37 സാന്റിയാഗോ തീരത്തെ പസഫിക് സമുദ്രജലത്തെ തഴുകി ഒറൈൻ പേടകം സുരക്ഷിതമായി ഇറങ്ങിയപ്പോൾ അത് മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ലഭിച്ച പുതിയൊരു ചിറകടിയായി മാറി. പത്തുനാൾ നീണ്ട ചാന്ദ്രദൗത്യത്തിന് ശേഷം ആർടെമിസ് 2 ദൗത്യത്തിലെ 4 ബഹിരാകാശ സഞ്ചാരികൾ ഭൂമിയെ തൊട്ടു. ഇന്ന് രാവിലെ സഞ്ചാരികളെ വഹിച്ച ഒറൈൻ പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. അരനൂറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മനുഷ്യൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി ഭൂമിയിലേക്ക് വിജയകരമായി മടങ്ങിയെത്തിയത്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെ 4:05 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ചാന്ദ്രദൗത്യത്തിന് തുടക്കമായത്. മിഷൻ കമാൻഡർ റീഡ് വൈസ്മാൻ, മിഷൻ പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റീന കുക്ക്, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിനുണ്ടായിരുന്നത്. ആദ്യ 2 ദിവസം 2 വട്ടം ഭൂമിയെ വലം വെച്ച ശേഷമാണ് ഒറൈൻ പേടകം ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഏപ്രിൽ 6 ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരെന്ന റെക്കോർഡ് ആർടെമിസ് 2 സഞ്ചാരികൾ നേടി. ഏപ്രിൽ 7 7 മണിക്കൂറോളം നീണ്ട ലൂണാർ ഫ്ലൈബൈയിൽ ചന്ദ്രന്റെ മറുപകുതിയിൽ കടന്നതോടെ മറ്റൊരു നാഴികക്കല്ലും സംഘം പിന്നിട്ടു. അന്ന് പുലർച്ചെ 4:32 ചന്ദ്രനിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 6545 കിലോമീറ്ററിലും പേടകമെത്തി. 53 മിനിറ്റ് സമയം നീണ്ടുനിന്ന സൂര്യഗ്രഹണത്തിനും പേടകത്തിലെ സഞ്ചാരികൾ സാക്ഷികളായി. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തമായ ഓറിയന്റിലെ ബേസ് അഥവാ ഗ്രാൻഡ് കനൈൻ ഇതാദ്യമായി സഞ്ചാരികൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതും യാത്രയിലെ അപൂർവ അനുഭവമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ളവരുമായും യാത്രയിൽ സഞ്ചാരികൾ സംസാരിച്ചു. അപൂർവമായ നിരവധി ചിത്രങ്ങളാണ് യാത്രയിൽ പകർത്തിയത്. ദൗത്യത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ വനിതയായി ക്രിസ്റ്റീന കുക്കും, ആദ്യത്തെ കറുത്തവർഗക്കാരനായി വിക്ടർ ഗ്ലോവറും, ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി കനേഡിയനായ ജെറമി ഹാൻസനും മാറി. യാത്രയിൽ 4 പേർക്കും കൂട്ടായി ഒരു അഞ്ചാമനുമുണ്ടായിരുന്നു, റൈസ് എന്ന ചെറുപാവ. അതിനകത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 56 ലക്ഷം മനുഷ്യരുടെ പേരടങ്ങിയ മെമ്മറി കാർഡും. ഭാവിയിൽ മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന ആർടെമിസ് 4 ദൗത്യത്തിന് മുന്നോടിയായി ഒറൈൻ പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായി പരീക്ഷിക്കാനും ആർടെമിസ് 2 ദൗത്യത്തിനായി. 2028 ആർടെമിസ് 4 ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസ പദ്ധതിയിട്ടിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.